പൊരി ഉണ്ടാക്കാൻ ഇനി പാലില്ല. സമയം ഒരു 7:30-8 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. നല്ല വിശപ്പുണ്ട് തന്നെ. ഞാനാണെങ്കിൽ ചായ കുടിച്ചിട്ടില്ല. ഇനി ഫുഡ് കഴിക്കാൻ എന്തായാലും 9:30-10 മണിയാവും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയാണ് ബ്രെഡ് പൊരി ഉണ്ടാക്കുക. നേരെ വിട്ട് പാൽ വാങ്ങാനും. പാലില്ല ഇനി, ബാക്കി നിങ്ങൾ കണ്ടോളിട്ടോ. യെസ്, പൊട്ടിക്ക് ചൂമുട്ട. ഇതെൻ്റെ സ്പെഷ്യലാ, എൻ്റെ സ്പെഷ്യലാ. എന്നാ എടുക്ക്, ഞാൻ പൊട്ടിച്ച്. മുട്ടക്ക് വേദന ആവുന്നില്ല, പൊട്ടിച്ച് പാറന്നോട്. അടുത്ത് കുറച്ച് പഞ്ചസാര ഇട്. കിച്ചൺ ഉമ്മ ഞങ്ങൾക്ക് രണ്ടൊക്കെ ഇങ്ങോട്ട് ഒഴിഞ്ഞ് തന്നേക്കേനെ. അതുകൊണ്ട് ഞങ്ങൾ മദ്യം മറന്ന് ആർമാദിച്ച് ഫുഡ് ഉണ്ടാക്കി. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഇടാം. ഞാൻ ഇവിടെ എടുത്തിട്ട് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടാൽ അതിൻ്റെ അളവൊന്നും കണക്കായി കിട്ടും. പിന്നെ വേണ്ട സാധനമാണ് പാല്. പാലാണ് ഇവിടെ ഇല്ലാതുന്നത്. അതാണ് നമ്മൾ ആദ്യം പോയി പാല് വാങ്ങിക്കൊണ്ടുവന്നത്. പാലൊഴിച്ചിട്ട് അതിലേക്ക് 2 കഷ്ണം ഏലക്കായി ചതച്ചിട്ടിടുക. എന്നിട്ട് നല്ലോണം ബീറ്റാക്കുക കേട്ടോ. നല്ലോണം മിക്സ് ആക്കണേ. അപ്പോഴെല്ലാം പാടെ അതിൽ കടന്ന് അതിൻ്റെ ടേസ്റ്റെല്ലാം നമുക്ക് പുറത്തേക്ക് കിട്ടുള്ളൂ. ഇതാ ഈ കോലത്തിലായിക്കിട്ടാണ് നമ്മളെ മാവ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ ബ്രെഡാണ്. ബ്രെഡ് നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക കേട്ടോ. നിങ്ങളെടുത്ത ബ്രെഡുമ്പോൾ നിങ്ങളെ കലാവാസനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടേ നല്ല ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് പാനിക്ക് ആവശ്യത്തിന് നെയ്യ് എടുക്കണവും ബെറ്റർ. ഒന്നുകൂടി നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബ്രെഡ് എടുത്തിട്ട് നമ്മളെ മാവിൽ നല്ലോണം അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക. നല്ലോണം ആവണം കേട്ടോ ബ്രെഡുമ്മ മാവ്. എന്നിട്ട് നമ്മളെ പാനിക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിടണേ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നെയ്യൊന്നും കൂടി ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിലാറ് ടേസ്റ്റ് ആവും കേട്ടോ. എന്നിട്ട് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. കരിയാൻ പാടില്ല. അതായത് തീ അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിടണമെന്ന് പറയണത്. നല്ലോണം ഡ്രൈ ആവാനും നിൽക്കരുത്. എന്നിട്ട് പതുക്കെ പ്ലേറ്റിക്ക് ഇങ്ങോട്ട് വാങ്ങുക. നല്ല മയും ബ്രെഡ് പൊരിയും കട്ടൻ ചായ ഹോർലിക്സോ പൊളിക്കും. ഞാൻ ഇവിടെ ഹോർലിക്സാണ് എടുത്തത് കേട്ടോ. കണ്ടില്ല നിങ്ങൾ സാധനം, അടിപൊളി സോഫ്റ്റ് സാധനം.